Good morning, all. Yeah. Windows of the class, okay. Yeah, but I'm not very theater. Okay, types of orientation. Quickest effective orientation, right? Okay, like assessment of information aids. അതുവരെയാണ് വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അതായത് നമ്മളുടെ എഫക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എംപ്ലോയീസ് പുതിയ എംപ്ലോയീസ് ഒക്കെയാണ്. അപ്പൊ പുതിയ എംപ്ലോയീസ് പോകേണ്ടതുണ്ട്. അതായത് അവര് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഈ ഓർഗനൈസേഷൻ അവരെ പുതിയ ഒരു സ്ഥാപനത്തിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും അല്ലെ. അപ്പൊ വ്യക്തമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് എല്ലാവരെയും കുറിച്ചിട്ട് പരിചിതമാക്കേണ്ടതുണ്ട്. സോ ആ ഒരു ഓറിയന്റേഷൻ ടൈമില് എന്തൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ആക്റ്റീവായിട്ടുള്ള ഈ ഓറിയന്റേഷൻ വേണമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് നേതൃത്വത്തിലുള്ള എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള അവരുടെ പ്ലാനിങ് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് ആവശ്യമാണെന്ന് പറഞ്ഞു. അസസ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം എന്തൊക്കെ ഇൻഫോർമേഷൻസ് അറിയാൻ അവിടെ വിലയിരുത്തണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സെഷൻ. എന്താണ് ഫീഡ്ബാക്ക് സെഷനിൽ പറയുന്നത്? സാറ്റിസ്ഫൈ all doubts and answer all queries properly. All induction programs must conclude with a feedback session. ഇവിടെ ഒരു കാര്യം എന്താണ് എല്ലാം അല്ലെ നമ്മുടെ ബേസിസ് ഓഫ് സോറി ടു സാറ്റിസ്ഫൈ ഓൾ ഡൗട്ട്സ് ആൻഡ് ആൻസർ ഓൾ ക്വയറീസ് പ്രോപ്പർലി അല്ലെ. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. പുതിയ എംപ്ലോയീസിന് പല തരത്തിലുള്ള സംശയങ്ങളുണ്ടാവും അല്ലെ. ഇത്തരത്തിലുള്ള ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിംഗ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ കസ്റ്റമേഴ്സ് ആയിട്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ അവിടെ എന്തായാലും എംപ്ലോയീസിന് അല്ലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോദിച്ചറിയാനായിട്ട് അവർക്കുണ്ടാവും. All induction program must conclude with the feedback session with the line management and the etc. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അവയർനെസ് എല്ലാം പകർന്നു കൊടുത്ത് പോകുമ്പോഴും മനസ്സിലാക്കേണ്ടിട്ടുള്ള പറഞ്ഞ രീതിയിലെല്ലാം തന്നെ ക്ലിയർ കൊടുത്തിട്ട് അല്ലെ അവരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഓക്കെ നിങ്ങൾ മനസ്സിലായോ എല്ലാ കാര്യങ്ങളും ഓക്കെയാണോ അല്ലെങ്കിൽ പ്രവർത്തന കാര്യങ്ങളൊക്കെ ഓക്കെയാണോ എങ്ങനെയാണ് റീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ക്ലിയർ ആണോ. യെസ് അവരുടെ ഫീഡ്ബാക്കുകൾ അല്ലേ ആ ഒരു ന്യൂ എംപ്ലോയീസിന്റെ ഫീഡ്ബാക്കുകൾ മസ്റ്റ് ആയിട്ടും കളക്ട് ചെയ്യണം. തീർച്ചയായിട്ടും അവിടെ കളക്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അല്ലെ. ഇന്ന കാര്യങ്ങളിലുള്ള അവയർനെസ് ഞങ്ങൾക്ക് ഇത്തിരി കുറവാണ്. തീർച്ചയായിട്ടും അപ്പോഴായിരിക്കും അവരെ റെസ്പോണ്ട് ചെയ്യുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു 3 ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1 വീക്കിന്റെ ഒക്കെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ 3 ഡേയ്സിന്റെ ഒക്കെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അതിന് ലാസ്റ്റ് ഡേ ഒക്കെ ആവുമ്പോഴും ഈ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുമ്പോഴായിരിക്കും ചില കാര്യങ്ങളൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന്
വ്യക്തമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതനുസരിച്ചിട്ട് അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അവർക്ക് ഔട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഫീഡ്ബാക്ക് സെഷൻ അവിടെ മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഓക്കെ അല്ലേ? ഫീഡ്ബാക്ക് ആരാണ് കളക്ട് ചെയ്യേണ്ടതെന്നും ഇവിടെ പറയുന്നത്. ആരാ കളക്ട് ചെയ്യേണ്ടത്? ആരാ കളക്ട് ചെയ്യണമെന്ന് പറയുന്നത്? പോവാട്ടോ. ആരാ കളക്ട് ചെയ്യണമെന്ന് പറയുന്നത്? ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. ആരെ കൊണ്ടാണ് അത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണമെന്ന് എടുത്ത് പറയുന്നത്? ആക്ച്വലി മാനേജ്മെന്റ് ആൻഡ് ദ HR പേഴ്സൺ അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും പ്രധാനമായിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കണം അത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആരെ റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യില്ലേ? എല്ലാ ക്ലാസ്സും ഇങ്ങനെ തന്നെയാണോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്ത് പോകണ്ട. അപ്പൊ നമുക്ക് പോകാനായിട്ട് ക്ലാസ് അല്ലെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ എടുത്ത് പറയുന്ന കാര്യം? ആരെക്കൊണ്ട് കളക്ട് ചെയ്യുന്നത്? HR ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണലായിട്ടുള്ള വ്യക്തിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതായത് നല്ല ഓറിയന്റേഷൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് അപ്പോയിന്റ് നോട്ട് ചെയ്തിട്ടുള്ള management and the HR person. Then giving knowledge to new employee. New employee knowledge to the human aspect is an essential component of induction, providing new employees knowledge of what is liked by supervisors and coworkers. Telling new employees the time period for them to attain a satisfactory level of performance and motivating them to look for guidelines, whenever required. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഇൻഡക്ഷൻ ടൈമില് പുതിയ എംപ്ലോയിക്ക് പുതിയ സെക്ഷനിലൊക്കെ അല്ലെ, അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള അവരറിയേണ്ടതായിട്ടുള്ള എല്ലാ അറിവുകളും സൂപ്പർവൈസേഴ്സ് ആയിട്ട് തീർച്ചയായിട്ടും അവർക്ക് പകർന്നുണ്ട്. അല്ലെങ്കിൽ ഭക്തര് അവരുടെ പകർന്നു കൊടുക്കണം അല്ലെ. ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെ സെയിൽസിന്റെ ഇൻചാർജ് ഉള്ള പേഴ്സണെ പുതിയ എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്കറിയാം അവരുടെ സഹപ്രവർത്തകരായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്, അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഈ ന്യൂ എംപ്ലോയീസ് എന്തൊക്കെ അറിയാൻ അതൊക്കെ കൃത്യമായിട്ട് അവർക്കൊക്കെ അറിയാൻ സാധിക്കും. കാരണം ഓരോ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സഹപ്രവർത്തകരാണ്. സോ ആ എംപ്ലോയീസിന് തീർച്ചയായിട്ടും ടൈം ടു ടൈമിൽ തന്നെ ഇവർക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. Telling new employee the time period for them to attain a satisfactory level of performance and motivating them to look for help and guidance. ഈ ഗൈഡൻസ് അല്ലെങ്കിൽ കുറച്ച് പുതിയ അറിവുകളൊക്കെ ആഗ്രഹിക്കുന്നത് ആ ടൈമിലെല്ലാം തന്നെ നല്ല സംതൃപ്തമായിട്ടുള്ള രീതിയിൽ അറിവ് പകർന്നു കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യം. അത് തീർച്ചയായിട്ടും തയ്യാറാക്കേണ്ടത് അവരുടെ സഹപ്രവർത്തകരും അല്ലെ അവരുടെ ഉദ്യോഗസ്ഥരുമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നവര് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലെ. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകർക്കാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ന്യൂ എംപ്ലോയിക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ അവര് ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. നോളജ് എംപ്ലോയീസിന് അറിവ് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? നോളജ് ടു എംപ്ലോയി. അവിടെയും ആരാണ് പകർന്നു കൊടുക്കണേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പകർന്നു കൊടുക്കേണ്ടത് പറയുന്നത്? ആരൊക്കെയാണ്? സൂപ്പർവൈസേഴ്സും അതുപോലെ തന്നെ കോവർക്കേഴ്സും അല്ലെ, ന്യൂ എംപ്ലോയീസ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഇവർക്കാണ് കൂടുതലായിട്ട് ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവരാണ് അത് പകർന്നു കൊടുക്കുന്നത്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ rather than superficial introduction. ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ rather than superficial introduction. എന്താ പറയുന്നത്?
there should be a step-by-step introduction to paper with the an external introduction to all of employees on the first day. Okay, അടുത്ത ദിവസം തന്നെ പുതിയ എംപ്ലോയി വരുമ്പോൾ എല്ലാത്തിനെയും കുറിച്ചിട്ട് അല്ലെ എന്റെ കമ്പനിയാണ്, കമ്പനിയുടെ ചരിത്രവും വിവാഹങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് അവരെ ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്, പിന്നെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ എല്ലാം കൂടി പുതിയ കൊള്ളാൻ പറ്റുമോ? എല്ലാം കൂടി ക്ലാസ് ചെയ്യാൻ പറ്റുമോ? ഒറ്റയടിക്ക് ഫസ്റ്റ് ഡേ തന്നെ എല്ലാ കാര്യങ്ങളും അവന്റെ തലയിലേക്ക് ലഘിച്ചിരിക്കാനായിട്ട് സാധിക്കുമോ? ഏതൊരു പുതിയ എംപ്ലോയി ആണെങ്കിലോ പറ്റുമോ? അപ്പൊ അറിവ് പകർന്നു കൊടുക്കുന്നില്ല അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാം കൂടി ഒന്നിച്ച് ആൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക അല്ലെ? തീർച്ചയായിട്ടും പറയുന്നുണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. There should be a step by step introduction to people with whom that new employee will work rather than അല്ലെ? അവിടെ ആ എംപ്ലോയി പുതിയ അല്ലെ അവിടെ പതിയെ അല്ലെ ഇന്ന ഇപ്പൊ സർവീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ന്യൂറോ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവര് പർട്ടിക്കുലർ ആയിട്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലാതെ മൊത്തത്തിലെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഹിസ്റ്ററി അവിടെ നിന്നിന്റെ ഡയറക്ടറും കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. The objective behind this is to help the incumbent to get familiarized with the co-workers and supervisors and not just make them with the co-workers and supervisors. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് എന്റെ പോലെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് സെക്ഷനിലാണെങ്കിൽ ഓക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അല്ലെ അവരുടെ സഹപ്രവർത്തകരുടെ ജസ്റ്റ് കാര്യങ്ങൾ ഡെയിലിയും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ അതിനപ്പുറം എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരാളുടെ പേരും കിട്ടില്ല, ഒരാളുടെ കൃത്യം അല്ലെ ഒന്നേ കുറിച്ചിട്ടും അവർക്ക് കാര്യങ്ങൾ ലഭിക്കാൻ പറ്റാതെ വരും. ജസ്റ്റ് പേരുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഓർമ്മ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനോട് പരിചിതമായിരിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ട് യാതൊരു അറിവും അവർക്ക് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ടാണ് പറയുന്നത് ക്രമേണ പതിയെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നുള്ള ഒരു രീതി അവലംബിക്കുകയാണ് എക്സ്ട്രോവേർഷൻ അല്ലെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോളജ് നേടിയെടുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും gradual introduction rather than a superficial introduction. Next, sufficient time should be given to the employees. Sufficient time should be given to the employees. പുതിയ എംപ്ലോയീസിന് മതിയായ സമയം വേണമെന്നാണ്. Increase in the job demands, new employees should be given adequate time to become accustomed to a volatile situation. പുതിയ എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം വേണം അല്ലെ അവർക്ക് വർക്കുകളുമായി ബന്ധപ്പെട്ട പക്ഷെ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും, ചിലപ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. എന്നാൽ കൂടി അവർ ഒരു വീക്കിനുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കുറേശ്ശെ അല്ലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് അല്ലെ പൂർണ്ണമായിട്ട് അവൻ അവസാനത്തെ പാടില്ല വീട്ടിനുള്ളിൽ തന്നെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൈം അവൻ അതുകൊണ്ട് ചെയ്യണം ഓരോ കാര്യങ്ങൾ ലഭിച്ചെടുക്കാൻ. ബിഫോർ ദ ഇൻക്രീസ് ഇൻ ദ ജോബ് ഡിമാൻഡ്സ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ഓക്കെ ഒരാഴ്ചയിലാണ് അതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും അവന്റെ തലയിലുണ്ട്. അവന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാതെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. പതിയെ ഫുള്ളായിട്ടുള്ളത് ഇവിടുത്തെ എംപ്ലോയി ആയിട്ടുള്ളത് ഘട്ടത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. സഫീഷ്യന്റ് ടൈം അവന് ആവശ്യമാണ്. ബിഫോർ ഇൻക്രീസ് ദ ജോബ് ഡിമാൻഡ്സ് adequate time to become accustomed. Accustomed എന്ന് പറഞ്ഞാൽ അതിനോട് പരിചിതമാണ് അല്ലെ ടു എ സിറ്റുവേഷൻ. ആവശ്യമല്ലേ ആവശ്യമല്ലേ പരിചിതമാവാനായിട്ട് അല്ലേ? വരില്ലേ?
എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കാൻ വേണ്ടി നിർവഹിച്ചു തരാൻ ആവശ്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡക്ഷൻ എന്താണ്? ഇൻഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫോർമേഷൻ. നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻഫോർമേഷൻസ് പക്ഷെ ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് മസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലെ. Induction should start with the most significant and direct forms of information and then move forward to the common policies of the organization. തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ എംപ്ലോയി വരുന്നത് അല്ലെ, എന്താണ് എന്റെ ഡ്യൂട്ടി, എനിക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഇതാണ് തീർച്ചയായിട്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചെറിയൊരു അവയർനെസ് അല്ലെങ്കിൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് അവന് കൊടുക്കണം അല്ലെ. അപ്പൊ അവിടെ പറയാണ് significant direct form of information and then move forward towards the common policies of the organization. പ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുക. അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ഒരു ഇന്ന ടൈമിൽ അല്ലെ 9 to 5 ആണ് കുട്ടി ഇട്ടേക്കെങ്കിൽ ഇതൊക്കെ മസ്റ്റായിട്ടും അവൻ അറിഞ്ഞിരിക്കും അല്ലെ. ഒരു ദിവസം കൊണ്ടുകൊണ്ട് 10 o'clock വന്നു കഴിഞ്ഞാൽ പറ്റുമോ? ഒരു വ്യക്തി കൃത്യമായിട്ട് ടൈം ഷെഡ്യൂളൊക്കെ മസ്റ്റായിട്ട് മറന്നോളൂ അല്ലെ. അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെങ്കിൽ ഇന്ന റെസ്പോൺസിബിലിറ്റി അല്ലെ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഇന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ മസ്റ്റായിട്ട് അവൻ അറിഞ്ഞിരിക്കും. അധികം അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളൊക്കെ പതിയെ പതിയെ അതിന്റെ നേരത്തെ പറഞ്ഞു ഒരുപാട് ഇൻഫോർമേഷൻസ് ഒന്നിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പറയുകയാണ് നമുക്കറിയാം ഇൻഡക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫോർമേഷൻസ്. അധികം പ്രാഥമികമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കൊടുക്കുകയും വേണം. ഓറിയന്റേഷൻ ടൈമിൽ പകർന്ന് കൊടുക്കുകയും വേണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കിയാണെങ്കിൽ പോയിന്റ് എക്സ്പീരിയൻസ്ഡ് വർക്ക്. തീർച്ചയായിട്ടും ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു എംപ്ലോയിനെ കൊണ്ട് ഈ ആഴ്ച വന്ന പുതിയ എംപ്ലോയിക്ക് പറഞ്ഞ മാതിരി ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞ് ശരിയാവോ? കഴിഞ്ഞ ആഴ്ച വന്ന ഒരു എംപ്ലോയിയോട് പുതിയ എംപ്ലോയി നമുക്കറിയാം അദ്ദേഹത്തിന് വലിയ ഫീൽഡ് ഉണ്ടാവില്ല അല്ലെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രമാണ് ഓറിയന്റേഷൻ കൈകാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഡയറക്ഷൻ ബൈ എക്സ്പീരിയൻസ്. പിന്നെ സീനിയർ വർക്കർ ഓർ സൂപ്പർവൈസർ ഷുഡ് ഡയറക്ട് എംപ്ലോയി. ആരായിരിക്കണം നമ്മള് ഈ പറഞ്ഞ എംപ്ലോയി ഇങ്ങനെ എക്സ്പീരിയൻസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആരായിരിക്കണം? സീനിയർ വർക്കർ ഓർ സൂപ്പർവൈസർ ഷുഡ് ഡയറക്ട് ദ ന്യൂ എംപ്ലോയി. ഡയറക്ഷൻ കൊടുക്കേണ്ടത് സീനിയർ വർക്കർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിരിക്കണം. Seniors must respond to questions and keep in regular contact with the incumbent during the ഇൻഡക്ഷന്റെ സമയത്ത് തീർച്ചയായിട്ടും അവരോട് നല്ല രീതിയിൽ തന്നെ ബന്ധപ്പെടേണ്ട ഒരു എംപ്ലോയി എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സീനിയർ പൊസിഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ ഫസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം അല്ലെ. അവരെ കൃത്യമായിട്ട് തന്നെ പ്രതികരിക്കണം. ഓക്കെ, അവരുടെ സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കാനായിട്ട് ആരും എക്സ്പീരിയൻസ്ഡ് വർക്കർ ആയിരിക്കണം ഡയറക്ഷൻ കൊടുക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻഡക്ഷനില് പ്രധാനമായിട്ടും ഉള്ള കാര്യമാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? പോവാലോ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാലോ. യെസ്, അടുത്ത പോയിന്റ് നോക്കിയാണെങ്കിൽ a closing session should be organized at the end of the induction program. It is known as the special anxiety reduction session in the organization. Okay, ഒരു ക്ലോസിംഗ് സെക്ഷൻ ആവുമ്പോഴേക്കും അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മിക്കവാറും ഓർഗനൈസേഷനിലൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു അതിന് റിഡക്ഷൻ വരുന്നത്. അതായത് ഒരു പുതിയ എംപ്ലോയി ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഒരുപാട് ഇകളുടെ കാര്യങ്ങളൊക്കെ പേടിയും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ആൻസൈറ്റി കാര്യങ്ങൾക്കൊക്കെ അയവ് വരുത്താനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഒരു അവസാനം ആവുമ്പോഴേക്കെങ്കിലും അവരുടെ പേടിയൊക്കെ മാറിയിരിക്കണം അല്ലേ.
അറിയേണ്ടതായിട്ട് വരില്ലേ കമ്പ്യൂട്ടർ സെക്ഷൻ ആവുമ്പോഴേക്കും അല്ലേ? കമ്പ്യൂട്ടർ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഓറിയന്റേഷന്റെ ആ ഒരു നെഗറ്റീവ് കാര്യം ആവുമ്പോഴേക്കും അവന്റെ പേരിയും ഉൾപ്പെടെയൊക്കെ മാറി വരും. അപ്പൊ മാറി വരേണ്ടത് അല്ലെ? ഇറ്റ് ഈസ് നോൺ ആസ് എ സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ സെക്ഷൻ. അതുകൊണ്ടാണ് ഈ ഉത്കണ്ഠകളൊക്കെ കുറഞ്ഞു വരുന്ന സെക്ഷൻ ഈ ഒരു കൺക്ലൂഡിംഗ് സെക്ഷനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കൺക്ലൂഡിംഗ് സെക്ഷൻ ആകുമ്പോഴേക്കും അവരെല്ലാവരുടെ ആയിട്ട് സഹപ്രവർത്തകരായിട്ട് സൂപ്പർവൈസേഴ്സ് ഒക്കെ ആയിട്ട് വളരെ എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ അവരുടെ പേടിയൊക്കെ മാറിപ്പോകേണ്ട അവസ്ഥയാണ്. The key purpose of the session is to recognize whether or not the employee grasp all that which has needed to them known to them. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ എംപ്ലോയിക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ നേടിയെടുക്കാൻ പറ്റിയിരിക്കണം, അല്ലെ? ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിരിക്കണം. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓറിയന്റേഷൻ സെക്ഷനൊക്കെ റിസ്ക് പിടിച്ച് അവിടെ ആരോഗ്യ ശക്തിക്കുള്ളൊക്കെ എന്താണെന്ന് വെച്ചാൽ പുതിയ എംപ്ലോയിയെ ഒരുപാട് കാര്യങ്ങളൊന്നും നിർദ്ദേശിക്കാനായിട്ട്, അല്ലെ? പറയുന്ന കൃഷി ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഈ ഒരു ടൈമിൽ വരുന്ന തന്നെ അവരുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ key purpose of the session is to recognize whether or not the new employee have grasped all that which was needed to അറിയേണ്ടത് നിറഞ്ഞ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവൻ എന്തൊക്കെ അറിയേണ്ടതുണ്ടോ അതൊക്കെ അറിഞ്ഞിരിക്കാനായിട്ട് അവന് പറ്റിയിരിക്കണം എന്നുള്ളതാണ്, അല്ലെ? അതിനുള്ള അംഗീകാരം കിട്ടിയിരിക്കണം. അപ്പൊ വരുത്തേണ്ടതാണ്. The new employee should be confident enough to ask questions about those points which are not clear to them and be made by the management to clear their doubts. തീർച്ചയായിട്ടും നമുക്കറിയാം അവരൊരു ആത്മവിശ്വാസം ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെ? എനിക്ക് പേടിയൊന്നുമില്ല, ഇനി ഞാൻ പാർട്ടി ചെയ്യാൻ അവന്റെ ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ മസ്റ്റായിട്ടും എന്താണ് ആൻസറുകളൊക്കെ കിട്ടിയിരിക്കണം. അതായത് അവന്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചിരിക്കണം, അല്ലെ? ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഏത് സെക്ഷൻ ആവുമ്പോഴേക്കും കൺക്ലൂഡിംഗ് സെക്ഷൻ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവന് പേടിയൊന്നും കൂടാതെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നേറാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാവുന്നു എന്ന് പറയുന്നത്. എന്റെ ഒരു സെക്ഷന് തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ സെഷനും നല്ല രീതിയിൽ തന്നെ, അല്ലെ? എല്ലാവരോടും നല്ല രീതിയിലുള്ള സഹപ്രവർത്തകരോടും സൂപ്പർവൈസേഴ്സിനോടൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നല്ല സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ അതെല്ലാം നല്ല രീതിയിൽ പരിഹരിച്ചു പോകാനായിട്ടുള്ള സമീപനം തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു സെക്ഷനിലൂടെ ഈ ഒരു ഓറിയന്റേഷൻ ടൈമിലൂടെ നമുക്ക് കിട്ടേണ്ടതാണ്. എല്ലാ തരത്തിലുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് പോകണം. സമൃദ്ധമായ രീതിയിൽ തന്നെ എല്ലാവരോടും മുന്നോട്ട് പോകാനായിട്ട് ഈ സെക്ഷനോട് കഴിയും. ഈ ഓറിയന്റേഷൻ സെക്ഷൻ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവർ ഓക്കെ ആയിട്ട് വരും. സെക്ഷൻ എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം ഉളവാക്കുന്ന ഒരു സെക്ഷനാണ്. അതോടൊപ്പം തന്നെ ആൻസൈറ്റിക്കൊക്കെ ഉത്കണ്ഠകൾക്കൊക്കെ ഒരു റിഡക്ഷൻ വരുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. ഒഴിവാക്കി എല്ലാവരോടും നല്ല രീതിയിലുള്ള സൗഹൃദം, അല്ലെ? ഓർഡിനറി മാനർ എല്ലാവരോടും ഒരു സൗഹൃദപരമായിട്ടുള്ള മാനറിൽ മുന്നേറാൻ പറ്റുന്ന ഒരു രീതിയിൽ എത്തിപ്പെടേണ്ട സെക്ഷനാണ്. അല്ലേ? ഒരു 10 കാര്യങ്ങൾ, അല്ലെ? 10 പോയിന്റ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കാനായിട്ട് ഉണ്ടായിരുന്നത്. എല്ലാം നമുക്കറിയാം ഒരു പുതിയ എംപ്ലോയി ആയിരിക്കുമ്പോൾ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരായിരിക്കണം, അതിനെക്കുറിച്ച് നേരത്തെ തയ്യാറായിരിക്കണം. ഇതെല്ലാം ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ അസസ്മെന്റ് ഉണ്ടായിരിക്കണം. അവരിൽ നിന്ന് ഫീഡ്ബാക്ക് സെക്ഷൻസ് ഒക്കെ കളക്ട് ആയിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കണം. എല്ലാ തരത്തിലും നല്ല അറിവുകളൊക്കെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ അറിവും പകർന്നു കൊടുക്കാൻ ശ്രമിക്കാതെ അവന് ആവശ്യമായിട്ട്, അല്ലെ? മോസ്റ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പതിയെ പതിയെ മറ്റു കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കണം. സഫീഷ്യന്റ് ടൈം ആ എംപ്ലോയിക്ക് അലോട്ട് ചെയ്യണം. നല്ല ഒരു ബെറ്റർ എംപ്ലോയി ആയി മാറാനായിട്ട് തന്നെ തീർച്ചയായിട്ടും അറിയേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് ഉൾപ്പെടുത്തേണ്ട എല്ലാ ഇൻഫോർമേഷൻസും മസ്റ്റായിട്ട് ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും ഡയറക്ഷൻ കൊടുക്കേണ്ടത് സീനിയർ പൊസിഷനിലുള്ളത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കണം. ദെൻ കൺക്ലൂഡിംഗ് സെഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. സൗഹൃദപരമായിട്ട്
നല്ല പേടിയൊന്നും കൂടാതെ നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടണം. ദെൻ അതിനുള്ള ഒരു അല്ലെ എല്ലാം തന്നെ തീർച്ചയായിട്ടും അവിടെ കൺക്ലൂഡിംഗ് സെക്ഷൻ വരെ നമുക്ക് അവൈലബിൾ എങ്കിൽ മാത്രമാണ് എംപ്ലോയി ഓക്കെ ആയിട്ട് ഓരോ സ്ഥാപനത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ച് നോക്കേണ്ടതുണ്ടോ? അതെങ്കിലും പോയിന്റ് ഡൗട്ട് ചോദിച്ചു പോകാട്ടോ. ഇതൊക്കെ ഫോളോയിങ് ഇൻക്ലൂഡിങ് എന്നൊക്കെ പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡിങ്സ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. നമ്മുടെ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ നോട്ട് പോയിട്ടുണ്ട്. ആരായിരിക്കണം ഡയറക്ഷൻ കൊടുക്കേണ്ടത് അല്ലെ? ആരുടെ മെയിനോടൊക്കെ ചിലതരം മനസ്സിലാക്കി തന്നെ പോവാം. റെഡ്യൂസ് ചെയ്ത് പറയേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? കൺകോർട്ടിംഗ് സെക്ഷനിലൊക്കെ ആകുമ്പോഴേക്കാണ് ആൻസൈറ്റി റെഡ്യൂസ് ചെയ്ത് വരേണ്ടത്. അതുപോലെ തന്നെ ആത്മവിശ്വാസം അവർക്കൊരു കോൺഫിഡൻറ്റ് ആകുന്ന സെക്ഷനൊക്കെ നമുക്കറിയാം ഈ ഒരു കൺക്ലൂഡിംഗ് സെക്ഷനിലാണ്. ഭാഗത്തേക്ക് പോകാം. ക്ലിയറല്ലേ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് ബെനഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ? നമുക്കറിയാം ഇത്രയും നടക്കുന്നത് കൊണ്ട് നമുക്കറിയാം അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അല്ലെ? ഓറിയന്റേഷൻ സംഘടിപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ തന്നെ നമ്മൾ പറഞ്ഞോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? സംതൃപ്തമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല റിസൾട്ടുകൾ തന്നെ സ്ഥാപനത്തിന് അലൗ ചെയ്ത് കൊടുക്കാനൊക്കെയായിട്ട് സാധിക്കും. നമ്മൾ പോയിന്റ് നോക്കാം. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, 4 പോയിന്റ്സ് ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് reduces labor time. Reduces labor time over first stage of the employee's period of service is short, high labor time. If the employee is allowed to take opinion towards the support during this program, then the employee can be introduced to fight the competition. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പുതുമ തന്നെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമുക്കൊരു പേടിയും ഉൾക്കൊണ്ടൊക്കെ കൂടുതൽ തന്നെയായിരിക്കും. ഫസ്റ്റ് ഡേയിലൊക്കെ ഇന്നാളത്തെ റിപ്പോർട്ട് കൊടുക്കാം, ഇന്നലൊക്കെയുള്ള ഡ്യൂട്ടി, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? പുതിയ എംപ്ലോയിയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് പുതിയ എംപ്ലോയി ആയിട്ട് പോകുമ്പോൾ ഉണ്ടാവില്ലേ? നെക്സ്റ്റ് വീക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? ചിലപ്പോ അന്നേ ദിവസം തന്നെ നമ്മൾ ആലോചിക്കും നല്ല റെസ്പോണ്ട് അല്ലെന്ന് തോന്നുന്നു അല്ലെ? ഫസ്റ്റ് ഡേയിലൊക്കെ നമ്മൾ ചിലപ്പോ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ? ആ സമയത്ത് അതായത് ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത അല്ലെ? നമ്മുടെ മൈൻഡ് അത്രയും പെർഫെക്റ്റ് അല്ല. കാരണം ഫസ്റ്റ് ഡേയിലൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. If the employee is allowed to develop a negative opinion, so reverse which already were decided. Then അതിനുശേഷം പിന്നീട് ഇലക്ഷൻ പ്രോഗ്രാം ഒക്കെ കണക്ട് ചെയ്ത് നെഗറ്റീവ് ആയിട്ട് നമ്മുടെ മൈൻഡിലൊക്കെ ഉള്ള പോയിന്റ്സിനൊക്കെ നമുക്ക് പറയാനൊക്കെ ആയിട്ട് സാധിച്ച് ആ ഓരോ ഓർഗനൈസേഷനോട് ബന്ധപ്പെട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. Labor turnover can be restricted to the least by using an effective induction program. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹൈ ലേബർ ടേണോവർ, അതായത് ആ ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിൽ നിന്ന് പോകണം എന്നുള്ള ഒരു മനോഭാവത്തിന്റെ നിരക്ക് കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇല്ലേ? സാധ്യതയില്ലേ? വരുമ്പോൾ നമുക്ക് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലെ? സഹപ്രവർത്തകരൊക്കെ ആയിട്ട് നമ്മൾ യോജിച്ചൊക്കെ പ്രവർത്തിച്ചൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നതാണ്. 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഓക്കെ ആയിട്ട് വരും ഇല്ലേ? ചർച്ചയില്ലേ? ഉണ്ടാവും അല്ലെ? 2-3 ദിവസത്തെ കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യത, അതായത് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു പോകണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. നല്ലൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊടുത്താണ് അല്ലെ? നല്ല സഹപ്രവർത്തകരൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ പോകണം എന്നുള്ളൊരു താല്പര്യമൊന്നും ഉണ്ടാകും അല്ലെ? Then ഇവിടെ കാര്യമാണ്
least by procedure and effective induction program during the early stage of the new employers. So, we sentence side the induction program first day അപ്പൊ അവരുടെ ആ സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ വേണോ വേറെ ജോലി നോക്കണോ എന്നൊക്കെയുള്ളൊരു മനോഭാവത്തിന്റെ നിരക്ക് കൂടുതലായിരിക്കും. അതേസമയം നല്ല രീതിയിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇവരുടെ ഈ ഉത്കണ്ഠകളൊക്കെ കുറഞ്ഞു വരും. ഈ സ്ഥാപനം കുഴപ്പമില്ല. സോ അവിടെ ടേൺ ഓവർ റേറ്റ് റെഡ്യൂസ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതയാണ്. അതായത് പൊഴിഞ്ഞു പോകുന്ന നിരക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ആ ഒരു ഡിസിഷൻ താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ? എപ്പോഴും പഠിച്ചു പോയിന്റ് ആണ്. റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമൊന്നുമില്ല അല്ലെ? ഓക്കെ അല്ലേ? PG സെക്ഷനിൽ നമ്മള് ഡിപ്ലോമ സെക്ഷനിലൊക്കെ പഠിച്ചു പോയിട്ടുണ്ടല്ലേ ടേൺ ഓവർ റേറ്റ് ഒക്കെ? ഓക്കെ, അപ്പൊ അവിടെ സോറി ഞങ്ങളുടെ ക്ലാസ് മാറിപ്പോയി. ഒരു 12 ആണല്ലേ, നമ്മൾ പുതിയ ബാച്ചിലേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് പറ്റിയതാണോ? അപ്പൊ നമ്മള് ഫ്രഷേഴ്സ് ആണ്, നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ടേൺ ഓവർ റേറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചോ? ഓക്കെ ആണോ? എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയോ? എല്ലാവരും ഓക്കെ ആണോ? ടേൺ ഓവർ റേറ്റ് എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്കാണ്. ഫസ്റ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം നിരക്ക് ഹൈ ആയിരിക്കും, കാരണം അവർക്ക് വലിയ പരിചിതമൊന്നും ഉണ്ടാവും. അതേസമയം ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആണ് ഇവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ സ്ഥാപനത്തിൽ തന്നെ തൊട്ട് പോകാനായിട്ടുള്ള ടെൻഡൻസി മനോഭാവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ റെഡ്യൂസ് ദ ടേൺ ഓവർ റേറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ബെനിഫിറ്റ് ഓഫ് ഓറിയന്റേഷന്റെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ടേൺ ഓവർ റേറ്റ് കുറഞ്ഞു വരാനുള്ള സാധ്യത. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻ. ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്. എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻസ് അല്ലെ, അത് new employees during the induction program are taught about expectations of the organization from them and what they influence in the turn can expect from the organization. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യം എംപ്ലോയി പ്രതീക്ഷിക്കുന്നതിലേക്ക് വരുന്നത്. അതേമാതിരി സ്ഥാപനത്തിലേക്ക് ഒരു എംപ്ലോയി വരുമ്പോഴും സ്ഥാപനം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ എംപ്ലോയി കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നത് അല്ലേ? ഇരു കൂട്ടരും കുറെ പ്രതീക്ഷിക്കുന്നില്ലേ? ഇല്ലേ? പുതിയ എംപ്ലോയി സ്ഥാപനത്തിൽ വരുമ്പോൾ ഉണ്ട് അല്ലെ? എംപ്ലോയിക്കും ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നല്ല സാലറി കിട്ടണം, നല്ല വലിയ കുഴപ്പമില്ലാത്ത വർക്കിംഗ് കണ്ടീഷനൊക്കെ തീർച്ചയായിട്ടും എംപ്ലോയീസും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ സ്ഥാപനവും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരിക്കും സ്ഥാപനവും ആഗ്രഹിക്കുന്നുണ്ട്. സോ അവിടെ പറയാണ് അവിടെ തീർച്ചയായിട്ടും അല്ലെ അബൌട്ട് എക്സ്പെക്ടേഷൻസ് ഓഫ് ഓർഗനൈസേഷന്റെ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന്. അതേപോലെ തന്നെ ഇവിടെ പറയാണ് വാട്ട് ദേ ഓർഗനൈസേഷനിൽ നിന്നും എംപ്ലോയീസും എക്സ്പെക്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. ഈ എക്സ്പെക്ടേഷൻസ് ക്യാൻ ബി ബോട്ട് ഡൗൺ ടു ഈസ് റിയാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡക്ഷൻ പ്രോഗ്രാം. അപ്പൊ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ പൊരുത്തപ്പെട്ട് വരാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഓർഗനൈസേഷനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസേഴ്സ് ഡീൽ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അവരോടൊക്കെ ചെയ്യിപ്പിച്ച് വരുമ്പോൾ ഓക്കെ ഇവൻ ഓക്കെയാണ് ഗുഡാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എംപ്ലോയീസിനെ മനസ്സിലാക്കാൻ സാധിക്കും കുഴപ്പമില്ലാത്ത വർക്കിംഗ് കണ്ടീഷനാണ്, സഹപ്രവർത്തകരൊക്കെ ഓക്കെയാണ്, അവരുടെ ഓക്കെ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അവൻ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് അവരും സാധിക്കുന്നുണ്ട്. സോ രണ്ട് എംപ്ലോയി എക്സ്പെക്ടേഷൻസ് എംപ്ലോയീസിന് എക്സ്പെക്ടേഷൻസ് ഒക്കെ യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നു ഏത് സമയത്ത് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ആണ്.
reduce the labor cover, then next helps to create the realistic employee expectations. Then third one is create the job satisfaction and a positive attitude toward the employee. Okay, second point, okay, the expectations and all the clear day. Induction time media നമുക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ കിട്ടുന്നുണ്ട് അല്ലെ പരിശ്രമാക്കുന്നുണ്ട്. സോ അവരത് കിട്ടുന്ന കുഴപ്പമില്ലാതെ സഹപ്രവർത്തകരാണ് ഡ്യൂട്ടി ഒക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓക്കെ. Next നോക്കുമ്പോൾ create the job satisfaction and a positive attitude towards the employer. ഓക്കെ, തീർച്ചയായും നമുക്കറിയാം ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നല്ല സഹപ്രവർത്തകരും നല്ല സൂപ്പർവൈസേഴ്സും അല്ലെ നല്ല വർക്കിംഗ് കണ്ടീഷനൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. പുതിയ എംപ്ലോയി എന്താണ് സാറ്റിസ്ഫൈഡ് ആവും. പോസിറ്റീവ് നമുക്കറിയാം നല്ല നിലപാടുകൾ മനോഭാവങ്ങളൊക്കെ വെച്ച് പുലർത്താനായിട്ട് സാധിക്കുന്നതാണ്. പോസിറ്റീവ് ഫീലിംഗ്സ് ടുവേർഡ്സ് ദ എംപ്ലോയർ can be developed with different induction programs as well as satisfaction ensured. Okay, employee fairness and independence, supervisors, രണ്ട് ദിവസം മുമ്പ് 2 weeks പരിശ്രമാക്കിക്കൊണ്ട് വീണ്ടും അവരിപ്പോ വർക്കൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അവർ ഓക്കെയാണ് സാർ ഞാൻ ക്ലിയർ ആണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ അതുപോലെ തന്നെ അവര് തൊഴിലുടമയോളം വ്യാപകമാകുന്നതാണ്. Induction makes sure that there is an internal personal communication with that employee regarding the company policies and the employment practices. Okay, ഇവിടെ അടുത്ത് പറയാം ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ പോളിസി നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വൃത്തികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോകുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയറിനോട് അവര് നല്ല മാന്യമായിട്ട് തന്നെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. സംഘടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് അവർക്ക് കൃത്യതയോട് കൂടിയിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഈ സാധ്യത അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ എംപ്ലോയറുടെ ആഗ്രഹത്തിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. Okay, clear away. Okay, yes. The next point about assist the new employee to contribute to organizational success or failure. Okay, നമുക്കറിയാം പുതിയ എംപ്ലോയീസ് പെട്ടെന്ന് തന്നെ അവരായിട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ ഒരു അവസരം ഉണ്ടാവണമെങ്കിൽ നല്ല ഓറിയന്റേഷനോടെ സാധിക്കുള്ളൂ അല്ലെ. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അവരെ തിരിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് ഒന്നും മേലധികാരികളുടെ ഹെൽപ്പോട് ചെയ്യാതെ നന്നായിട്ടൊക്കെ വർക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ ഒക്കെ ഒരു ബേസ് ആണ്. അതിനപ്പുറം തന്നെ അവൻ കുറച്ചും കൂടി കാര്യങ്ങൾ അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാഴ്ചവെക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായാലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടായിട്ട് നമുക്കറിയാം അതിന്റെ പറയുന്നത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അവിടെ അവൈലബിൾ ആക്കിയത് കൊണ്ടാണ് അല്ലേ. ശരിയല്ലേ? നമുക്ക് പോയിന്റിലേക്ക് നോക്കാം. Another benefit of the education program for the employees is that the organization objectives and the annual targets are made known to them along with the many other things. This is പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആളുകളായിട്ടുള്ള ടാർഗറ്റുകളെ കുറിച്ചിട്ട് നല്ലൊരു കൃത്യമായിട്ടുള്ള ധാരണകൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. This will transform the private goals of the employees into organization policy. ശരി, നമുക്കറിയാം ഇതെല്ലാം ഇവന്റെ തന്നെ ടൈമിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് കൊടുത്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഈ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവമൊക്കെ അവരാണ് നേടിയെടുക്കുന്നത്. ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിനോടൊപ്പം തന്നെ ഇതിന്റെ കോഴ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള ടാർഗറ്റുകൾ വേണം അങ്ങനെയൊക്കെ അല്ലെ. ഇൻഡക്ഷൻ ടൈമിൽ തന്നെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്കറിയാം ആ ഓറിയന്റേഷന്റെ കൺക്ലൂഷൻ ടൈമിലൊക്കെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. സോ അവന്റെ ലക്ഷ്യം ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിനോടൊപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവൻ ശ്രമിക്കും.
practice of achieved personal objectives in working processes. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നോക്കിയാണ് അതിന്റെ കുറച്ച് അല്ലെ ഓർഗനൈസേഷനിലെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഏതൊരു എംപ്ലോയീസ് ഒക്കെ ആണെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടൊക്കെ തന്നെയായിരിക്കും വരുന്നത്, ആഗ്രഹത്തോടു കൂടിയിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ നമുക്കറിയാം അല്ലെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവര് സ്റ്റാർട്ടിങ്ങില് ബിഗിനേഴ്സ് ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then unsuccessful induction programs provide employees with the opportunity to exercise these our practices. So ഇങ്ങനെ ഒരു പേടിയൊക്കെ കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും അവിടെ നല്ല രീതിയിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ പേടികളൊക്കെ മാറിപ്പോകാൻ. പേടിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം അവിടെ ഓറിയന്റേഷൻ പ്രോഗ്രാം അവിടെ അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു വെള്ളമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ല കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. Change the rate of deriving effective results from such a percentage of induction programs. So അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതായത് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ചേഞ്ചസ് വരുത്തണം അല്ലെ. ഇൻഡക്ഷൻ പ്രോഗ്രാംസിലൊക്കെ ചേഞ്ചസ് വരുത്താനുള്ളതൊക്കെ വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഈ പേര് മുൻപോട്ടേക്ക് കൂടാതെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കൂ. No employee will become aware of his or her social responsibility for the organization. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇൻഡക്ഷൻ ടൈമിലൊക്കെ അവർക്ക് കുറെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അതനുസരിച്ചിട്ട് തന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കറിയാം ഇലക്ഷൻ ടൈമില് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് ലഞ്ച് ടൈമാണ്. സോ അവിടുത്തെ റൂൾസ് അനുസരിക്കാനൊക്കെ അത് സമൂഹത്തിന് ഒറ്റക്കെട്ടായിട്ട് മുന്നേറി അല്ലെ ആ ഒരു സ്ഥാപനത്തില് ഒന്നിച്ച് മുന്നേറാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയാണ് ആ ഒരു സംഘടന അവൈലബിൾ ആണ്. This will then turn into productive work environment for management as well as employees. Okay, തീർച്ചയായിട്ടും അവരുടെ അല്ലെ കൃത്യമായിട്ടുള്ള ഒരു അഭിരുചിയും വരുത്തി തീർത്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊണ്ട് അവൈലബിൾ ആകുന്നുണ്ടായിട്ട് അത് മാനേജ്മെന്റിനും തീർച്ചയായിട്ടും ലഭ്യമാകുന്നുണ്ട്. കാരണം എന്താണ് നല്ല രീതിയിലായിട്ട് ഈ എംപ്ലോയി അടുത്ത ചിട്ടിയോടും പേടിയൊന്നും കൂടാതെ സംതൃപ്തിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓർഗനൈസേഷനിൽ അതിന്റെ നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ പറയാണ് into a productive work environment for management as well as employees. Employees മാത്രമല്ല അവിടെ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് അല്ലെ ഉത്പാദനക്ഷമതയുള്ള വർക്കിനെ വാർത്ത അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ പറയാ നല്ല എഫക്റ്റീവായിട്ട് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതെല്ലാം അല്ലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ 4 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. റെഡ്യൂസ് ടേണോവർ നമ്മൾ പറഞ്ഞു, ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന നിരക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ ആയിട്ട് പറയുന്നത് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്, എംപ്ലോയിയുടെ പ്രതീക്ഷകൾ അതൊക്കെ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അത് ഇൻഡക്ഷനൊക്കെ അവിടെ എല്ലാവർക്കും ഡിസ്കസ് ഒക്കെ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് എല്ലാവരുടെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ നേടിയെടുക്കാനൊക്കെ പറ്റുമ്പോൾ എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എംപ്ലോയർ. നല്ലൊരു ഓറിയന്റേഷൻ ഒക്കെ സംഘടിപ്പിച്ച് തരുമ്പോൾ എംപ്ലോയി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമയോടും അതിനുള്ള മനോഭാവമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. Then assisted no employees to contribute to organization success more quickly. പെട്ടെന്ന് തന്നെ കൺസിഡർ ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഉത്പാദനക്ഷമതയുള്ള ഒരു എംപ്ലോയി ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നല്ല എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ ലഭ്യമാക്കിയത് കൊണ്ടാണ്.
അതല്ലെങ്കിൽ അവർ പേടിയോടും ഉൾപ്പെടിയോടും കൂടിയിട്ട് അല്ലെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. സോ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കാഴ്ചവെക്കാനായിട്ട് എംപ്ലോയിക്ക് സാധിക്കും. പോയിട്ട് നമുക്ക് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഓക്കെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ. പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെ അതിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓറിയന്റേഷന്റെ കുറച്ച് ഡ്രോബാക്സുകൾ കൂടിയുണ്ട്. അതൊന്ന് ജസ്റ്റ് എന്താണെന്ന് നോക്കാം. പ്രോബ്ലംസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ആണ്. ഡാറ്റ ഓവർലോഡ്. അതാണ് ഡാറ്റ ഓവർലോഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാം കൂടി ഒന്നിച്ച് അവർക്ക് അവരുടെ എങ്ങനെയൊക്കെ വന്നാലും ഓറിയന്റേഷൻ ടൈമില് സൂപ്പർവൈസേഴ്സ് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. നോക്കുക, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് നോട്ട് ബി ഗിവൻ ടു ദ simultaneously as it may prove difficult for the employee to understand and retain. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒന്നിച്ച് എംപ്ലോയിലൊക്കെ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ വരുന്നത് തീർച്ചയായിട്ടും എല്ലാം കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലേ, മനസ്സിലാക്കാനും അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതെല്ലാം തന്നെ നമ്മൾ ഇത് കീപ്പ് ചെയ്ത് പോകാൻ ചെയ്യുന്നത് അല്ലേ. So it is essential to break the information in a bits so that the employee have ample time to accept it, analyze it, and observe it. കുറേശ്ശൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം. അത് തന്നെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാം അല്ലെ. അതൊക്കെ മനസ്സിലാക്കിയിലൂടെ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇതാണ് അല്ലെ, ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഇന്ന ഭാഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഒന്നിച്ചൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ് ആവണം, ഇതിന്റെ ഹെഡ് ഇതാവണം അല്ലെ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കാകെ കൺഫ്യൂഷൻ അല്ലെ. ഇങ്ങനെയൊക്കെ പോകേണ്ടതിന് ഒരു കൃത്യമായിട്ടുള്ള രേഖ മനസ്സിലാക്കി ജസ്റ്റ് അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ തൊട്ട് മേലുദ്യോഗസ്ഥര് സോ ഇതിൽ കൂടെയാണ് വരേണ്ടത്, എവിടെയാണ് അല്ലെ നമ്മൾ സ്റ്റാർട്ടിങ് എവിടെ പഞ്ചിങ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ അവരെ പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കുന്നത്. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഒരിക്കലും ഡാറ്റ ഓവർലോഡ് ആവാതെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഈ ഒന്നും ഗ്രഹിക്കാൻ പറ്റാത്ത എംപ്ലോയീസിനാകെ അല്ലെ ആകെ എന്താ പറയുക മനസ്സിലാകാത്ത രീതിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. It is unfortunate passionate organization and human resource personnel face a large part of the information on an employee shoulder on the first very first day. സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ HR പേഴ്സണലിനൊക്കെ അവരുടെ ഡ്യൂട്ടികളുടെ ഭാഗങ്ങൾ രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പുതിയ ഒന്നിച്ചെത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് കളക്ട് ഒരു തിരിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത കാരണം എവിടെ വരണം, എങ്ങനെ ചെയ്യണം, നെറ്റ് തുടങ്ങണം, ആരെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്, ആരാണ് എന്റെ മേഖല, അയാളുടെ പേര് പറഞ്ഞു ഇയാളുടെ പേര് പറഞ്ഞു കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ എല്ലാം കൂടി നമ്മുടെ ഡ്രൈവേഴ്സ് അല്ലെ നമ്മുടെ മൊത്തത്തില് നമ്മുടെ തലയ്ക്ക് അല്ലെ വട്ടാക്കി പോകാനായിട്ടുള്ള സാധ്യത. സോ നമുക്കറിയാം ഇങ്ങനെ കൂടുതലായിട്ട് ബൾക്കായിട്ട് ഡയഗ്രാസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൈകാവാനായിട്ടുള്ള സാധ്യത. സോ പ്രോഗ്രാംസ് അല്ലെ ഓറിയന്റേഷൻ ഇങ്ങനെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇങ്ങനൊരു പ്രോഗ്രാം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് കാര്യം ഐഡിയ ഓക്കെ അല്ലേ? എന്താണ് ഡാറ്റ ഓവർലോഡ് എന്നുള്ളത് ഓക്കെ അല്ലേ? ഓക്കെ, അത് ആരായിരിക്കും ഇതിന് കൂടുതൽ ഉത്തരവാദികൾ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ HR പേഴ്സണലൊക്കെ ആയിരിക്കും ഇതിന് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവുക. കാരണം
ഒരുപാട് ഡാറ്റാസ് പങ്കുവെക്കുന്നത് ആരായിരിക്കും? ഈ പറഞ്ഞ മെയിൻ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ HR ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് ഒക്കെ പങ്കുവെച്ച് കൊടുക്കുന്നു. So data overload. Then next point നോക്കിയാണെങ്കിൽ problems of boredom and rigidity. Problems of the boredom and rigidity എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കൊടുക്കുന്ന രീതികൾ അല്ലെ. ചിലപ്പോ ഒരു സൂപ്പർവൈസേഴ്സ് വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആയിരിക്കും അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ വന്നിട്ട് പങ്കുവെക്കും. ഈ പറഞ്ഞ ആളുടെ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് നെക്സ്റ്റ് പേഴ്സണും പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് സഹപ്രവർത്തകരും ഇത് തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ പോലെ കിട്ടും അല്ലെ. നോക്കാം, എംപ്ലോയീസ് ഡു നോട്ട് ഫീൽ കംഫർട്ടബിൾ when an induction program is organized in a formal and ഇത് അവർക്ക് ഒരു ഔപചാരികമായിട്ടുള്ളൊരു നിർവഹണ ദൗത്യം പോലെ ഫീൽ ചെയ്യാനൊക്കെ ഉള്ള സമയം. ഒരു ആചാര രീതി അല്ലെ. പുതിയ അല്ലെ സൂപ്പർവൈസേഴ്സും അത് പറഞ്ഞു പോകുന്നു, സഹപ്രവർത്തകരും പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ HR ഡിപ്പാർട്ട്മെന്റിലെ ഒരു പേഴ്സണിലും വന്നു പോകും. അപ്പൊ ഇതൊക്കെ ഒരു ബോർഡായിട്ട് രീതിയിലൊക്കെയുള്ള അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. And there is a need to conduct the program in a dynamic and interactive manner. ഓരോരുത്തർ വന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ നിർദ്ദേശിച്ചു പോകുന്നു അല്ലെങ്കിൽ പരിചയപ്പെട്ടു പോകുന്നു എന്നുള്ള രീതിയിലാണ്. അല്ലാതെ പരസ്പരം ഷെയറിംഗ് എന്ന തത്വം ഉണ്ടായിട്ടുണ്ട്. And actively participate in the induction program to make it a pleasant activity and not a punishment for the employee how a joint തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ എപ്പോഴും ഒരു എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പറഞ്ഞു ഒരു പോരടിപ്പിക്കുന്ന ഒരു പണിഷ്മെന്റ് എന്നുള്ള അതിനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഒരാള് വന്ന് നമ്മളൊക്കെ അറിയാം റെസ്പെക്ട് ചെയ്ത് അവര് ജസ്റ്റ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയി. അടുത്ത പേഴ്സൺ വന്ന് അവര് അവരുടെ പറഞ്ഞു. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാമത്തെ മെയിൻ ഉദ്യോഗസ്ഥരും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ സംബന്ധിച്ചിട്ട് പോയിട്ടുള്ള കാര്യം തന്നെയാണ് കൺഫർസന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ അപ്പൊ തന്നെ എംപ്ലോയിക്ക് സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത ഇൻഡക്ഷൻ പ്രോഗ്രാമിന് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ 2 പോയിന്റാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. രണ്ടും നമുക്ക് അറിയാവുന്ന മാറ്റർ തന്നെയാണ്. അതായത് ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഫസ്റ്റ് തന്നെ ഒരുപാട് ഡാറ്റാസുകൾ കൊടുക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒന്നിലധികം വ്യക്തികളൊക്കെ ലൈംഗികമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും സമുദായമൊക്കെ വരുമ്പോൾ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരാളും പറഞ്ഞ് പോരടിപ്പിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. 2 പോയിന്റ് ഒക്കെ അല്ലേ? നമ്മളെന്താ ജസ്റ്റ് എടുത്തത് ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിഷ്യൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഓറിയന്റേഷൻ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഭാഗങ്ങൾ കൂടി എല്ലാവരും വായിച്ചു തരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണ്.